ചെമ്പറ നമ്മൾ നേരത്തെ എടുത്തത് കിഴക്ക് ഭാഗത്തുനിന്ന് പടിഞ്ഞാറ് ഭാഗത്തേക്കായിരുന്നു. ഇപ്പോൾ നമ്മൾ വീഡിയോ എടുക്കുന്നത് പടിഞ്ഞാറ് ഭാഗത്തുനിന്നും കിഴക്ക് ഭാഗത്തേക്കാണ്. ദിശ മാറി, കാരണം ഇങ്ങനെ ഇങ്ങോട്ട് കടക്കാൻ വയ്യ നമുക്ക്. അപ്പോൾ നമ്മൾ അതുവഴി നമ്മൾ നേരെ പയ്യനങ്ങാടി വഴി വന്നിട്ട് ചെമ്പറ റോട്ട് കയറി കുണ്ടനാത്ത് കടവ് വഴി ഇങ്ങനെ ഇങ്ങോട്ട് വന്നതാണ്. അപ്പോൾ ഇവിടെ ഇതൊക്കെ പറമ്പാണ്, നേരത്തെയുള്ള തെങ്ങും പറമ്പും തൈകളൊക്കെ ഉള്ളൊരു സ്ഥലമാണ്. പക്ഷേ ഇവിടെയൊക്കെ വെള്ളം കയറിയിട്ടുണ്ട്. ഇവിടെ നമുക്ക് കാണാം വെള്ളം. ഇത് നമ്മുടെ ചെമ്പറപ്പാടാണ്. ചെമ്പറപ്പാടത്തുനിന്നുള്ള ദൃശ്യമാണ് നമ്മൾ കാണുന്നത്. നമ്മൾ പുറയിലൊക്കെ ഉള്ളത് ഇവിടുന്ന് ഇവിടത്തെ വെള്ളം കയറിയിട്ടുണ്ട്. പാടാണ്, ഇത് റോഡാണ്. ഇത് ഈ സ്കൂട്ടിയൊക്കെ നിൽക്കുന്ന ഈ ഭാഗം റോഡാണ്. ഇതിൻ്റെ പുറകുവശത്തേക്കൊക്കെ നല്ലപോലെ വെള്ളം കയറിയിട്ടുണ്ട്. പിന്നെ ഇവിടെ റോഡിൻ്റെ കരയാണ് നമുക്കിവിടെ കാണാം. ഇത് ഇവിടെ നിന്ന് അങ്ങോട്ട് പാടാണ്. അവിടെ ആഴമുണ്ട്, ഏകദേശം ഒരാളെ ആഴം കാണും. അപ്പോൾ രാവിലെ തൊട്ട് ഇറങ്ങിയതാണ് നമ്മൾ. ഇവിടെ നമ്മൾ കണ്ടു. ഇനി കുറച്ച് ഭാഗം കൂടി നമുക്ക് കവർ ചെയ്യാണ്ട് കുട്ടനാത്ത് കടവ്. അതും കൂടി കഴിഞ്ഞാൽ നമുക്ക് നേരെ പോകാം. 2 വെയിലറച്ചാൽ ഈ വെള്ളം വറ്റുന്ന. ചെമ്പറയുള്ള കൈതക്കുളം എന്ന് പറയുന്ന വലിയൊരു കുളം ഇവിടെ കാണാം. ഇതിൻ്റെ നടുവിലൊരു കിണറുണ്ട്. പിന്നെ ഈ നല്ല ആഴമുണ്ട് ഉള്ള കുളമെന്നാണ് പറയുന്നത്. ഇപ്പോൾ മഴ പെയ്തത് കാരണം നല്ലപോലെ വെള്ളം നിറഞ്ഞിട്ടുണ്ട്. കുറേ കുഞ്ഞുങ്ങൾ ഇവിടെ കുളിക്കുന്നുണ്ട്. ഇവിടെ അല്ലേ, ഇവിടെ തന്നെ കഴുത്തിന് ഒരു ആഴുണ്ടെന്നാണ് പറയുന്നത്. ഇതൊരുപാട് കാലം പഴക്കമുള്ള ഒരു പഴയ കുളമാണ്. നേരത്തെ ഇതിൻ്റെ ചുറ്റുഭാഗത്തും മതിലിനകത്ത് കൈതച്ചെടി നിന്നിരുന്നു. അതിനുശേഷം അന്ന് മതിലൊന്നുമില്ല. ഇപ്പോൾ ഈ അടുത്ത കാലത്ത് അങ്ങനെ പഞ്ചായത്തെങ്ങാണ്ട് ഏറ്റെടുത്തിട്ടാണ് ഇതിൻ്റെ ചുറ്റുഭാഗം മതിലൊക്കെ കെട്ടി നല്ലപോലെ ഒരു കുളമാക്കി തിരിച്ചിട്ടുണ്ട്. ഇപ്പോൾ ജനങ്ങൾക്ക് നല്ല രീതിയിലുള്ള സൗകര്യപ്രദമായിട്ട് കുളിക്കാനും അലക്കാനൊക്കെ സൗകര്യപ്പെടുത്തിയിട്ടുണ്ട്. നമ്മൾ നേരത്തെ വന്ന സമയത്ത് ഈ റോഡൊക്കെ ചെറിയ റോഡായിരുന്നു. ഇപ്പോൾ എല്ലാ സൗകര്യമുണ്ട്. തൊട്ടടുത്തൊരു പള്ളിയുണ്ട്, തൊട്ടിപ്പുറത്തൊരു ചായക്കടയുണ്ട്. അപ്പോൾ ഏറ്റവും കൂടുതൽ നേരത്തെ ഉള്ള കുളത്തിനേക്കാൾ നല്ല വലുപ്പം കൂട്ടിയിട്ടുണ്ട്. ഇപ്പം നേരത്തെ ഉണ്ടായിരുന്നത് ചെറിയ കുളമായിരുന്നു, ഇത്ര വലുപ്പം ഉണ്ടായിരുന്നില്ല. ഇതാണ് നമ്മുടെ ചെമ്പറ കൈതക്കുളത്തിൻ്റെ അടുത്തുള്ള ചായക്കട. ചായക്കട അല്ലേ? നിങ്ങളുടെ പേരെന്താ? ആ, ഇവിടെ പേര് പറയും. നിങ്ങളെ പേര് പറയും? ജബ്ബാർ. എവിടെ? ഇവിടെ തന്നെ. ഇവിടെ എന്തൊക്കെയാ ഉള്ളത്? ഇവിടെ പൊരിക്കല് എല്ലാം ഉണ്ട്. പിന്നെ ഷവർമ ഉണ്ട്, പോക്കറ്റ് ഷവർമ ഉണ്ട്, എല്ലാം ഉണ്ട്. പിന്നെ ഇത്
എല്ലാ ഐറ്റംസും ഉണ്ട്. പൊരിക്കടിയിൽ ഒരു ഇതൊക്കെ ഉണ്ട്. എപ്പോഴാണ് തുറക്കൽ നിങ്ങൾ? ഒരു 7 മണിക്ക് രാവിലെ. എപ്പോഴാണ് വന്ന് ചെയ്യുക? ഒരു 8 മണി. 8 മണി. അവിടെ ഈ കുളത്തിൽ കുളിക്കാൻ ആളുകൾ ഇഷ്ടംമാതിരി വരുന്നുണ്ടോ? എത്ര കാലം? കുറേ കാലമായിട്ടുള്ള കുളമാണ്? കുറേ കാലമായി. ആ, ഈ കുളം നല്ല ആഴുണ്ടോ? ആ, അത്യാവശ്യം ആഴുണ്ട്. ഇവിടെ അപകടം വല്ലതും സംഭവിച്ചിട്ടുണ്ടോ? 2 പ്രാവശ്യം ചെറിയ അപകടങ്ങളൊക്കെ ഉണ്ടായിരുന്നു. മരണം സംഭവിച്ചിട്ടുണ്ടോ? ഉണ്ട് അല്ലേ? കുട്ടികളാ? വലിയവർ തന്നെ. ആ, അപ്പോൾ വെള്ളത്തിൽ താഴ്ന്നു പോയിട്ടുണ്ടാവും എന്ന് പറയുന്നു. ഓക്കെ. കൈതക്കുളത്തിൻ്റെ പക്കത്തുള്ള ചായക്കടയാണ് നമ്മുടെ. ഇത് നമ്മുടെ കുണ്ടനാത്ത് കടവിൻ്റെ അടുത്തുള്ള സ്ഥലങ്ങളാണ്. അങ്ങോട്ട് പോകുന്ന വഴി ഇതൊക്കെ ഈ ഭാഗത്തൊക്കെ പാടങ്ങളും പറമ്പുകളൊക്കെ ഉണ്ട്. ഇവിടേക്ക് വെള്ളം കയറിയിട്ടുണ്ട്. ഇവിടെ തൊട്ടടുത്താണ് പുഴ ഒഴുകുന്നത്. പുഴയിൽ നിന്ന് കയറുന്ന വെള്ളങ്ങളും ഈ പരിസരത്ത് ഒന്നിച്ച് വ്യാപിച്ച് കിടക്കുകയാണ്. ഇവിടെ നമുക്ക് കാണാം കുണ്ടനാത്ത് കടവ്. ഇതാണ് പാലം. അതിന് തൊട്ടടുത്തുള്ള സ്ഥലമാണ്. ഇവിടെ എല്ലാ വർഷവും ഇതുപോലെ വെള്ളം കയറും. കുണ്ടനാത്ത് കടവ്, ചെമ്പ്ര, തലക്കട്ടൂരിൽ നിന്ന് വരുന്ന അതേ പുഴ നേരെ പോകുന്ന തിരൂർ വഴി പോകുന്ന താഴെപ്പാലം വഴി അങ്ങനെ പോകുന്ന അതേ പുഴയാണിത്. ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാകും. നമുക്ക് മറ്റു ഭാഗങ്ങളായിട്ട് വീണ്ടും അടുത്ത പ്രാവശ്യം കാണുന്നവർക്ക് എല്ലാവർക്കും ബൈ ബൈ.